അതായത് ഒരു സ്വപ്നം ഉണ്ടായിരിക്കുക, അത് യാഥാർത്ഥ്യമാകും വരെ അതിൽ ഉറച്ചു നിൽക്കുക. ഒരു വലിയ ലക്ഷ്യം ഉറപ്പിക്കുകയും ഇടക്കാല ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. മുന്നിൽ ദീർഘമായ ഒരു ഭാവിയുള്ള പുതുതലമുറയിലെ എല്ലാ അംഗങ്ങളോടുമുള്ള എന്റെ സന്ദേശം ഇതാണ്. ഇത് എല്ലാവർക്കുമായുള്ള ഒരു വലിയ ചർച്ചാ വിഷയമാണ്. പിന്തുടരാൻ ഒരു സ്വപ്നമില്ലാതെ നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി സൃഷ്ടിക്കാനാകില്ല. നിങ്ങൾക്ക് എന്താണ് കൈവരിക്കാനുള്ളതെന്ന് കൃത്യമായി അറിയുകയും വലിയ സ്വപ്നം കാണാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്യുക. സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ഒരു പ്രവണത മനുഷ്യ സ്വഭാവത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതിന്റെ അമൂല്യമായ ഒരു സൂചനയായി അതിനെ എടുക്കുക. നിങ്ങൾക്ക് ആദർശങ്ങളൊന്നും ഇല്ലാത്തതായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വപ്നം കണ്ടെത്തുകയും ഭാവി പടുത്തുയർത്താൻ ആരംഭിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കാൻ തുടങ്ങുക എന്നതാണ് അടുത്ത ചുവട്. ആദ്യമായി നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകണം, പക്ഷെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി നിങ്ങൾ പരിശ്രമിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. പക്ഷെ ഇത് ചെയ്യാൻ എളുപ്പമായ ഒരു കാര്യമല്ല. സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വെറുതെ കാത്തിരിക്കുക മാത്രം ചെയ്യുന്ന ഒരു സ്വപ്ന ജീവിയാകരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾ അതിനായി എത്രമാത്രം പരിശ്രമിക്കുകയും സ്ഥിരോത്സാഹിയായി ഇരിക്കുകയും ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാളും തങ്ങളുടെ ആദർശങ്ങളെ കുറിച്ച് വെറുതെ സ്വപ്നം കാണുക മാത്രം ചെയ്ത് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുക, ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി എനിക്ക് എന്ത് ചെയ്യാനാകും? നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നിങ്ങൾ പ്രയത്നിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കുമേൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. സ്വയം ഒരു വലിയ സ്വപ്നം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. പിന്നീട് മുന്നോട്ടുള്ള വഴിയിൽ ഉന്നം വെക്കുന്നതിനായി നിങ്ങൾ സ്വയം ചെറിയ ചെറിയ ഇടക്കാല ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം. ഉദാഹരണത്തിന്, ധാരാളം വിദ്യാർത്ഥികൾക്ക് ബിരുദമെടുത്ത് 3 വർഷത്തിനുള്ളിൽ എനിക്ക് അതും ഇതുമൊക്കെ കൈവരിക്കണം, അല്ലെങ്കിൽ 30 വയസ്സാകുന്നതിന് മുമ്പ് എനിക്ക് അതും ഇതും ചെയ്യണം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് 30 വയസ്സിനടുത്ത് പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ 40-ാം വയസ്സിൽ കൈവരിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ ഇതുപോലുള്ള വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഈ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുകയും വേണം. കോളേജ് പഠനകാലത്ത് ബഹുമുഖമായ താല്പര്യങ്ങൾ വികസിപ്പിക്കുക. കോളേജ് വിദ്യാർത്ഥികളിൽ പലർക്കും എന്താണ് അവർ പിന്തുടരാൻ ആഗ്രഹിക്കുന്നതെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത വിധം വളരെയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കാര്യത്തിൽ ഇത് ശരിയാണെങ്കിൽ അസ്വസ്ഥപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കോളേജ് പഠനകാലത്ത് വിവിധ തരം കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഈ കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക വിഷയം പഠിക്കുന്നതിനെ, പുതിയ എന്തെങ്കിലും പരീക്ഷിച്ചു നോക്കുന്നതിനെ, വിനോദവൃത്തികൾ വളർത്തിയെടുക്കുന്നതിനെ, നിങ്ങളുടെ താല്പര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളുമൊത്ത് സമയം ചെലവഴിക്കുന്നതിനെ, പുതിയ പുതിയ മേഖലകളിലേക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഏത് കാര്യത്തിലും പങ്കുചേരുക. കാരണം ഇതിന് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുതിർന്ന പ്രായങ്ങളിൽ നിങ്ങളെ വലിയ അവസരങ്ങളിലേക്കും പുതിയ തുടക്കങ്ങളിലേക്കും നയിക്കാൻ കഴിയും. ശരിയാണ്, ചില ആളുകൾ ജോലികൾ ചെയ്യാൻ ആരംഭിച്ച ശേഷം പോലും പുതിയ മേഖലകളിലേക്ക് വികസിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് കാലത്ത് തന്നെ അവരുടെ വിനോദവൃത്തികളെയും
താല്പര്യങ്ങളെയും പിന്തുടരണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. കാരണം പിന്നീട് ജീവിതത്തിൽ പലപ്പോഴും എന്തിലെങ്കിലും വികസിക്കുന്നത് ഈ പ്രവൃത്തികളായിരിക്കും. അതിനാൽ നിങ്ങളുടെ ചക്രവാളങ്ങൾ കഴിയുന്നത്ര ദൂരത്തേക്ക് വികസിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ സാധ്യതകൾക്കായുള്ള ഒരു നിരീക്ഷണം നിലനിർത്തുന്നതിനായി വിവിധങ്ങളായ താല്പര്യങ്ങളും അഭിനിവേശങ്ങളും വികസിച്ചെടുക്കുന്നതിനായി പരിശ്രമിക്കുക. എല്ലാ താല്പര്യങ്ങളും ഉടനെ തന്നെ നിങ്ങളുടെ തൊഴിൽ മണ്ഡലത്തിൽ കരിയറിൽ ഉപകാരപ്രദമായേക്കില്ല. എന്നാൽ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അഭിനിവേശം തോന്നുകയും അതുമായി ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം അത് അപ്രതീക്ഷിതമായ മാർഗങ്ങളിലേക്ക് നിങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. കോളേജ് പഠനകാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ കാലഘട്ടമാണ്. ചെറുപ്പകാലത്ത് നമ്മൾ ആഴത്തിൽ വായിക്കുന്ന പുസ്തകങ്ങൾ ദീർഘകാലം നമ്മളെ സ്വാധീനിക്കും. കോളേജ് പഠനകാലത്ത് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മളിൽ ആഴത്തിൽ മുദ്ര പതിപ്പിക്കുകയും ജീവിതം മുഴുവൻ നമ്മുടെ ഓർമ്മയിൽ തളർത്തു നിൽക്കുകയും ചെയ്യും. വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ബിരുദത്തിന് ശേഷം ഇങ്ങോട്ട് ഞാൻ നിരവധി പുസ്തകങ്ങൾ വായിച്ചു കൂട്ടിയെങ്കിലും ജീവിതത്തിൽ പല പതിറ്റാണ്ടുകളായി ഞാൻ നന്നായി ഓർക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വായിച്ച പുസ്തകമാണ്. അവ പ്രത്യേകിച്ച് നിങ്ങളെ ആകർഷിക്കുകയും വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ആർത്തിയോടെ വായിക്കുകയും ചെയ്തവ ജീവിതത്തിൽ നിങ്ങൾ നടത്തുന്ന സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ സ്വാധീനിക്കുമെന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ 30കളിൽ അല്ലെങ്കിൽ 40കളുടെ തുടക്കത്തിൽ ജീവിതം സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനങ്ങളെ അഭിമുഖീകരിക്കുന്നു. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. എന്നാൽ മിക്കവരുടെയും കാര്യത്തിൽ ഇത് പൂർണ്ണമായും ശരിയല്ല. നിങ്ങൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 20-22 വയസ്സിൽ നിങ്ങളിൽ ശക്തമായി പ്രതിധ്വനിപ്പിച്ച ആശയങ്ങളുടെ ഉടമകളായ ചിന്തകരുടെയും എഴുത്തുകാരുടെയും തത്വചിന്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നിങ്ങളുടെ ആ തീരുമാനങ്ങൾ എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ആ ഘട്ടത്തിൽ നമ്മൾ ആ പുസ്തകങ്ങളെ സ്നേഹിക്കുകയും അവ ആവർത്തിച്ച് വായിച്ചതിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ വരുന്നുകയും നമ്മുടെ ചിന്താധാരയിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഈ സ്വാധീനം നിരവധി ദശകങ്ങളായി തുടരുകയും ചെയ്യുന്നു. നിങ്ങൾ ഇത്തരത്തിൽ പുസ്തകങ്ങൾ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തത്വചിന്ത വികസിപ്പിക്കാൻ തുടങ്ങുന്നു. അധികം താമസിയാതെ നിങ്ങളുടെ ചിന്തകൾ മാതാപിതാക്കളുടെ ചിന്തകളിൽ നിന്ന് വേറിട്ട് സ്വതന്ത്ര ചിന്തകളായി മാറിയിരിക്കുന്നു എന്നതും നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും ലക്ഷ്യങ്ങൾ വേറിട്ട് വളരുമെന്നതും നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഈ പ്രക്രിയ നിങ്ങളുടെ ദാർശനികമായ വിമോചനത്തിന്റെ തുടക്കമാണ്. വിനാശകരമായ സ്വഭാവ സവിശേഷതകളുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒഴിവാക്കുക. ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടുന്ന പുസ്തകങ്ങൾക്കും തത്വചിന്തകൾക്കും വിനാശകരമായ സ്വഭാവം ഉണ്ടാകുകയും നിങ്ങൾ അവയിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്താൽ അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ വിനാശകരമായ ഫലമുണ്ടാക്കാൻ കഴിയും. നമ്മൾ കണ്ടുമുട്ടുന്ന ആശയങ്ങൾ ഗുണകരമായതാണോ വിനാശകരമായതാണോ എന്നത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ ഇടപെടുന്നത് നമ്മളിൽ പ്രതികൂലമായ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിവുള്ള ആശയങ്ങളെ ആണെങ്കിൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ജീവിതം ഒരു ദുരന്തമായി മാറുകയും ചെയ്യും. അതിനാൽ എല്ലാ എഴുത്തുകാരുടെയോടും വലിയ ആദരവ് പുലർത്തണം എന്ന് നമ്മൾ വിശ്വസിക്കരുത്. എഴുത്തുകാരന്റെ രചനകളുടെ ആകെ തന്നെയും മരണം വരെയുള്ള അവരുടെ ജീവിത രീതികളുടെയും സ്വഭാവ സവിശേഷതകൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതേ തരത്തിലുള്ള ജീവിതം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വയം ചോദിക്കുക. ഒരു വിനാശകരമായ ജീവിതം നയിക്കുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങൾ
നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക എന്നത് സവിശേഷമായി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ അവരുടെ ധാരാളം രചനകൾ വായിക്കുകയാണെങ്കിൽ അവരുടെ ആശയങ്ങൾ നിങ്ങളുടെ ചിന്താരീതികളെ സ്വാധീനിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ആത്മഹത്യ ചെയ്ത എഴുത്തുകാർക്ക് വളരെ സംശുദ്ധമായ ഒരു വ്യക്തിത്വമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അവരോട് ഒരു സഹാനുഭൂതി തോന്നിപ്പോകും. എങ്കിലും അവരുടെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ചിന്താരീതികളുമായി വളരെ ഒത്തുനിൽക്കുന്നതായി തീരും. നിങ്ങൾ അതേ തരത്തിലുള്ള വിധിന്യായങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും അതേപോലെ തന്നെ ദുരന്തം തേടി പോകാനുള്ള പ്രവണത വളർത്തിയെടുക്കുകയും ചെയ്യും. ഉദാഹരണമായി, തങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് എഴുതുന്ന പല നോവലിസ്റ്റുകളും ദാരിദ്ര്യത്തെയും പാപ്പരത്വത്തെയും രോഗങ്ങളെയും പരാജയപ്പെട്ട പ്രണയബന്ധങ്ങളെയും കുറിച്ചുള്ള കഥകൾ എഴുതിയെന്ന് വരാം. ഈ കഥകൾ അവരുടെ രചനകളെ താല്പര്യമുണർത്തുന്നവയാക്കുന്നു. ഈ എഴുത്തുകാരെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതം അന്ധമായി അനുകരിക്കാൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ദാരിദ്ര്യത്തെ കാൽപ്പനികമായി അവതരിപ്പിക്കുന്ന ഒരു നോവലിസ്റ്റിനെ ഞാൻ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ദാരിദ്ര്യം എഴുതാൻ തുടങ്ങിയേക്കാം. നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം വേണമെന്ന് നിങ്ങൾ ബോധപൂർവം പറയുന്നുവെങ്കിൽ പോലും ഈ ദാരിദ്ര്യത്തിന്റെ കാൽപ്പനികാവതരണം നിങ്ങളുടെ അവബോധത്തിൽ വേരുപിടിക്കും. പാപ്പരത്തിനും ബിസിനസ് പരാജയത്തിനുമുള്ള ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് പടർന്നു കയറും. നമ്മുടെ ദർശനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായ സ്വാധീനമുണ്ട്. പ്രായോഗിക തലത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന തത്വശാസ്ത്രങ്ങൾക്ക് നമ്മൾ ജീവിതത്തിനു മേൽ അതിശക്തമായ സ്വാധീനമുണ്ട്. നമ്മൾ ആസ്വദിക്കുന്ന ആശയങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് ഉപരിപ്ലവമായ തലത്തിൽ മാത്രമാണെങ്കിൽ ആത്യന്തികമായി അവ അപ്രത്യക്ഷമാകും. എന്നാൽ അവ ഉപരിതലം തുളച്ച് നമ്മുടെ ഉപബോധത്തിൽ വേരുപിടിക്കുകയാണെങ്കിൽ അവയ്ക്ക് നമ്മുടെ ജീവിതത്തിന്മേലും നമ്മുടെ ഭാവിയുടെ ഗതിയിലും വളരെ വലിയ സ്വാധീനമുണ്ടായിരിക്കും. തത്വചിന്തകൾ മഴ പോലെയാണ്. ചിലപ്പോൾ മഴ മണ്ണിന്റെ ഉപരിതലത്തെ മാത്രം നനയ്ക്കുന്നു, മറ്റു ചിലപ്പോൾ ഭൂഗർഭജലത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ മതിയായി അത്രയും പെയ്യുന്നു. മഴ ഒരിക്കൽ നമ്മുടെ ഭൂഗർഭജലവുമായി കൂടിക്കലർന്നാൽ ആശയങ്ങൾ നമ്മുടെ ഉപബോധത്തിലൂടെ പ്രവഹിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ആശയങ്ങൾ നമ്മുടെ ഉപരിതലത്തെ തുളച്ചു കയറുകയും നമ്മുടെ ജീവിതത്തിന്റെ ആഴത്തിൽ ഒരു പ്രബല ശക്തി ആയി മാറുകയും ചെയ്യുന്നതിനെ കുറിച്ച് അവബോധമുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നത്. നിങ്ങൾ ആവർത്തിച്ചു വായിക്കുന്ന പുസ്തകം, നിങ്ങൾ ഏതാണ്ട് സ്ഥിരമായി വിചാരിക്കുന്ന ചിന്ത, നിങ്ങൾ എല്ലായ്പ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ തത്വചിന്തയുടെ ഭാഗമായി തീരുന്നു. നിങ്ങൾ വായിക്കുന്നത് മറ്റൊരാളുടെ രചനയാണെങ്കിൽ പോലും അത് നിങ്ങളിൽ ശക്തമായി പ്രതിധ്വനിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ രചയിതാവിനെ സമാനമായി വളരാൻ തുടങ്ങും എന്നാണ്. ആ ആശയം മറ്റൊരാളിൽ നിന്നും വന്നതാണെങ്കിലും അതൊരു വിഷയമാകില്ല. കാരണം അവരുടെ തത്വചിന്തകൾ നിങ്ങളിൽ പ്രതിധ്വനിക്കുന്നു എന്നതിന് അർത്ഥം വാസ്തവത്തിൽ നിങ്ങൾ മുമ്പേ തന്നെ ആ തത്വചിന്തകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സമാനമായ ആശയങ്ങൾ രൂപപ്പെടുത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. ആയതിനാൽ അത് മറ്റൊരാളുടെ തത്വചിന്തയാണ്, പക്ഷെ അത് നിങ്ങളുടെ സ്വന്തം തത്വചിന്ത കൂടിയാണ്. പ്രാരംഭത്തിൽ അവ മറ്റൊരാളുടെ ആശയങ്ങളായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് അതിശക്തമായ ഒരു താല്പര്യം അനുഭവപ്പെടുകയും അത് വീണ്ടും വായിക്കുകയും ചെയ്തുവെങ്കിൽ അത് അത്രയധികം നിങ്ങളുടെ ഭാഗമായി തീർന്നിരിക്കുന്നു. പിന്നീട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തീരുമാനങ്ങളുടെ അടിത്തറയായി മാറുന്ന നിങ്ങളുടെ സ്വന്തം തത്വചിന്തയാകുന്നു. നമ്മുടെ മനസ്സിൽ നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നു. അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തത്വചിന്തകൾ വിത്തുകൾ പോലെയാണ്. ഏതു തരം പൂക്കൾ വിരിയുമെന്നതും ഏതു തരം ഫലങ്ങൾ വളരുമെന്നതും നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ തത്വചിന്തകൾക്ക് ചില കാര്യങ്ങൾ മൂർത്തവും യാഥാർത്ഥ്യവുമായി സൃഷ്ടിക്കാനുള്ള അത്യധികമായ ശക്തിയുണ്ട്. അവ കേവലം അമൂർത്തമായ ആശയങ്ങളല്ല,
നമ്മുടെ തത്വചിന്തകൾ കാലം ചെല്ലുമ്പോൾ യാഥാർത്ഥ്യമാക്കപ്പെടുമെന്നതിനാൽ നിങ്ങളുടെ തത്വചിന്ത പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ എത്തരത്തിലുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു ദിവസം തോച്ചിക്ക് പ്രവിശ്യയിലുള്ള നസുഷോജയ്ക്ക് അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ള ഇടത്ത് ഒരു ജൂനിയർ സ്കൂളും ഹൈസ്കൂളും പണിയുക എന്ന ആശയം എന്റെ മനസ്സിൽ രൂപപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഹാപ്പി സയൻസ് അക്കാദമി നിർമ്മിക്കപ്പെട്ടു. ഒരു സ്കൂൾ പണിയുക എന്ന എന്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമായി. ഒരു സ്കൂൾ പണിയുക എന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് പണിയുവാൻ കഴിയുമായിരുന്നില്ല. സ്കൂളുകൾ എളുപ്പത്തിൽ തീവണ്ടിയിൽ എത്തിച്ചേരാൻ കഴിയുന്നിടത്തായിരിക്കണം എന്ന ചിന്ത ഞങ്ങൾ വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ ഹാപ്പി സയൻസ് അക്കാദമി ഒരിക്കലും സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു. എന്നാൽ ട്രെയിനിൽ വന്നു പോകുന്നതിനുള്ള സൗകര്യം ആവശ്യമില്ലാത്ത ഒരിടത്ത് ഒരു ബോർഡിംഗ് സ്കൂൾ പണിയുക എന്ന ആശയം എനിക്ക് ഉണ്ടായിരുന്നതിനാൽ ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാസുഷോജയ്ക്ക് അടുത്ത് ഒരു സ്കൂൾ പണിയാൻ ഞാൻ പ്രാപ്തരായി. ഇതാണ് ആശയങ്ങളുടെ ശക്തി. ഒരിക്കലും നിങ്ങൾ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥ ചെടിയായി വളരാൻ തുടങ്ങും. അതിനാൽ നിങ്ങൾക്ക് ആദ്യം ഒരു ആശയം ഉണ്ടായിരിക്കണം എന്ന കാര്യം എപ്പോഴും ഓർക്കുക. പിന്നീട് അത് യാഥാർത്ഥ്യമാക്കപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുന്ന വിത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. കാരണം അത് നിങ്ങളുടെ ഭാവിയുടെ ഗാനമായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഈണം എന്തായിരിക്കണമെന്ന് അത് നിശ്ചയിക്കും. ഇതോടെ 1-ാം അധ്യായത്തിലെ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.